അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെന്റിലോക്കിസം എന്ന ഒരു കലാരൂപമാണ്. ചില പ്രത്യേക വിഷയത്തിൽ മനുഷ്യനും പാവയും തമ്മിലുള്ള രസകരമായ സംഭാഷണമാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വെന്റിലോക്കിസം. മനസ്സിലായോ? ഓക്കെ. പാവയ്ക്ക് വേണ്ടിയും മനുഷ്യന് വേണ്ടിയും സംസാരിക്കുന്നത് ഒരാൾ തന്നെ ആയിരിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നർമ്മത്തിൽ പൊതിഞ്ഞ ചോദ്യോത്തരങ്ങളിൽ എന്തെങ്കിലും അറിവോ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു ആശയമോ ഉണ്ടാകും. ശബ്ദ നിയന്ത്രണത്തിലൂടെ കലാരൂപമായും ആശയപരമായ അറിവുകൾ പങ്കുവെക്കുന്ന പരിപാടിയാണിത്. ഏതാണ്ട് 30 വർഷത്തിലധികമായി ഇന്ത്യക്കകത്തും പുറത്തും ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്ന വ്യക്തിയാണ് എറണാകുളം സ്വദേശിയായ ശ്രീ വിനോദ് നർനാട്ട് സാറാണ് ഇന്ന് നമ്മളുടെ കൂടെ വരുന്നത് കേട്ടോ. അപ്പൊ വിനോദ് സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഒരു വലിയ കൈയടി കൊടുത്ത് വിനോദ് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ വിനോദ് സാർ എന്നോടാണോ? ഇയാളോടാണോ? എന്നാ പിന്നെ ഞാൻ പോന്നു. നീ പോണ്ട. എന്താണ് ആളുടെ പേരൊന്ന് പറയോ? അയ്യടാ, പേരെന്താണ് തത്തങ്ങേ? പേരറിയില്ലല്ലോ. അത് ശരി. എല്ലാവർക്കും പേരറിയണം. അതേ നോക്കി എന്തോരം കൂട്ടുകാരാ. എന്നാ കയ്യടി 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 കയ്യടി. അവർ കയ്യടിച്ചല്ലേ. അതെ. ഇനി പറയൂ, വാട്ട് ഈസ് യുവർ നെയിം? കിറ്റി. ഓ, കിറ്റി. കിറ്റി, ഹായ് കിറ്റി. ഹായ്. കിറ്റി, ഞാൻ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. മലയാളമാണോ ഇംഗ്ലീഷാണോ തമിഴാണോ തെലുങ്കാണോ എന്താണ് പറയാൻ പോകുന്നത്? ഏത് ഭാഷയാണ് പറയാൻ പോകുന്നത്? കിറ്റി മനസ്സിലായില്ലേ? അല്ലേ? കഷ്ടായി പോയി. ഇയാൾ സ്കൂളിൽ പോയില്ലേ? സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ടുണ്ട്. ആണോ? കണ്ടാ പറയില്ല കേട്ടോ. അത് ശരി. വേണ്ട, പാരൊക്കരുത്. പാരൊക്കുവാ. കുട്ടിയുടെ പേരെന്താ? പാർവതി. പാർവതി. ഇഷ്ടായോ? നല്ല പേരാ കേട്ടോ. നല്ല പേരാ അല്ലേ? ഇഷ്ടായി. നല്ല പേരാ. നല്ല പേരാ. എനിക്ക് കിറ്റിനെ ഒരുപാട് ഇഷ്ടായി. ഐ ലവ് യു. താങ്ക് യു, താങ്ക് യു. എല്ലാരും ഇത് തന്നെ പറയുന്നേ. എന്ത്? എനിക്ക് കൊടുക്കത്തെ ഗ്ലാമർ ആണെന്ന്. ശരി, നിനക്ക് കൊടുക്കത്തെ ഗ്ലാമർ ആണെന്ന് എല്ലാരും പറഞ്ഞല്ലേ? ഓക്കെ. ഇതിപ്പോ എത്രാമത്തെ ഐ ലവ് യു നിനക്ക് കിട്ടുന്നേ? ഒരു 10,000 പറഞ്ഞു. 10,000 പേരെങ്കിലും പറഞ്ഞു കാണോ അല്ലേ? ശരി ശരി. ഓക്കെ. അപ്പൊ കിറ്റി ഇതേ കൂട്ടുകാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കിറ്റിയുടെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിക്കാം. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഒരു കാര്യം ചെയ്യ്, കുട്ടികൾ കൈയടിച്ചു. ഞാൻ പേര് പറഞ്ഞു. കൈയടിച്ചപ്പോ പേര് പറഞ്ഞു ഇല്ലേ? ഓക്കെ. നല്ല കുട്ടികളാണോ? നല്ല കുട്ടികളാ. നല്ല കുട്ടികളാ അല്ലേ? ഓക്കെ. കിറ്റി, ഇനി എന്നെ പരിചയപ്പെടുത്ത്. അത് വേണോ? അത് വേണ്ടേ? വേണ്ട വേണ്ട. അത് വേണം. അതാണ് മര്യാദ. പറയൂ, വാട്ട് ഈസ് മൈ നെയിം? ഐ എം നോട്ട് എ മങ്കി. ഐ എം വിനോദ് നരനാട്. പക്ഷെ കണ്ടാ കൊരങ്ങനെ പോലെ ഇരിക്കണേ. പഠിക്കുന്ന കുട്ടികളല്ലേ എല്ലാവരും? ആണോ? ഞാൻ വിചാരിച്ചു പഠിക്കാത്ത കുട്ടികളായിരിക്കും. നീ അങ്ങനെ വിചാരിക്കുന്നു. നീ ആള് ശരിയല്ല. പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കണ്ടേ? സയൻസ് പഠിക്കണം. മിണ്ടരുത്. സയൻസ് പഠിക്കണം. കണക്ക് പഠിക്കണം. മിണ്ടരുത്. മിണ്ടുന്നില്ല. കണക്ക് പഠിക്കണം. മലയാളം. ഇനി മിണ്ടായിരിക്കോ? മിണ്ടുന്നില്ല. അപ്പൊ മലയാളം പഠിക്കണം. ഹിന്ദി പഠിക്കണം. എടാ, ഇനി നീ മിണ്ടരുത്. ഇനി മിണ്ടുന്നില്ല. സോറി സോറി. എന്ത് സോറി? സോറി. അപ്പോ എന്താ? ഹിന്ദി പഠിക്കണം അല്ലേ? പിന്നെയോ? ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് പഠിക്കണം. പഠിച്ചത് മതി. പഠിച്ചത് മതിയാ? ഇയാള് നിർത്തിയാ? ഞാൻ നിർത്തി. ഇംഗ്ലീഷ് പഠിക്കണം അല്ലേ? പിന്നെയോ? സോഷ്യൽ സ്റ്റഡീസ്. ശരി, സമ്മതിച്ചു. സോഷ്യൽ സ്റ്റഡീസ് പഠിക്കണം അല്ലേ? പിന്നെ കുസൃതി പഠിക്കണം. കുസൃതി പഠിക്കണോ? അതെന്താ? കുട്ടികൾക്ക് കുസൃതി കുറവാ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുസൃതി കുറവാണെന്നാ പറയണേ. കുറച്ച് കുസൃതിയൊക്കെ വേണ്ടേ കുട്ടികൾക്ക്? കുസൃതി വേണം, കൂട്ടുകൂടണം അല്ലേ? ചെറിയ കുസൃതിയൊക്കെ വേണം അല്ലേ? കുസൃതി ചോദ്യങ്ങൾ ചോദിക്കണം അല്ലേ? വേണം. അങ്ങനെ കുസൃതിയും എല്ലാം ഉള്ളവർക്കാണ് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അല്ലേ? കുസൃതി കൂടി പോരുത്. അപ്പോ പറയാം. അപ്പൊ ഇത്രയൊക്കെ വിഷയങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ടല്ലേ? ഇതിനിടയിൽ ലഹരിയെ കുറിച്ച് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടല്ലോ. ഇയാളും മിണ്ടരുത്.
ലഹരിയെ കുറിച്ചും കൂടി പഠിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. അല്ല, ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ? ഇയാള് മിണ്ടണ്ട. ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. അല്ലെന്നേ, ലഹരിയെ കുറിച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലാന്ന് പറയുന്നു. അയ്യേ. ആ, മനസ്സിലായി മനസ്സിലായി. എന്താ? മടിയാണല്ലേ? മടിയൊന്നുമില്ല. അതല്ല, ലഹരിയെ കുറിച്ച് പഠിക്കണം. എന്താണ്? ഒരു വഴിയിൽ അപകടമുണ്ടെങ്കിൽ അത് അറിഞ്ഞു വെക്കണ്ടേ? എന്തിനാ? വഴി മാറി നടക്കാലോ. ആ, വഴി മാറി നടക്കാമല്ലോ അല്ലേ? സ്കൂൾ വിട്ട് നിങ്ങൾ വീട്ടിൽ പോകുന്ന വഴിയിൽ കടിക്കുന്നൊരു പട്ടി നിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആ വഴിയിൽ പോകുമോ? എന്ന് വെച്ച് നിങ്ങൾക്ക് വീട്ടിൽ പോകാതിരിക്കാൻ പറ്റുമോ? വഴി മാറിക്കോ. വഴി മാറിപ്പോവും, വേറെ വഴി കൂടി പോവും വീട്ടിലേക്കല്ലേ? ആ, അതുപോലെ ലഹരി വസ്തുക്കൾ, ലഹരി എന്ന അപകടം വഴിയിലുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചാൽ മാത്രമേ നമുക്ക് വഴി മാറ്റി നടക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ആ, ഓക്കെ ഓക്കെ, മനസ്സിലായി വരുന്നു. മനസ്സിലായി വരുന്നു. അപ്പോൾ ലഹരിയെ കുറിച്ച് പഠിക്കണ്ടേ? നമ്മൾ സിനിമയ്ക്ക് പോകുന്നവരല്ലേ എല്ലാവരും? സിനിമാ തിയേറ്ററിൽ ഒരു പരസ്യം വരുമ്പോൾ കുറേ നേരം കണ്ണടച്ചിരിക്കൂലേ? ഏത് പരസ്യമാണത്? ആ, എന്താണ് അതിനൊരു പേര് പറയുമല്ലോ? ആ, ടുബാക്കോ അല്ലേ? ആ, ക്യാൻസർ. പിന്നെ അതിന് കളിയാക്കി എല്ലാവരും പറയും, എന്താണ്, ശ്വാസകോശം കഴിഞ്ഞോ? കണ്ണടച്ചിരിക്കും കുറേ നേരം. അയ്യോ, എനിക്ക് കാണണ്ട ഇല്ലേ? ആ, ഒരു കാര്യം മനസ്സിലാക്കുക, ആ വീഡിയോയിലൊക്കെ കാണുന്ന മുഖത്ത് ക്യാൻസർ വന്ന ആളുകളില്ലേ, അവരുടെ എല്ലാ മുഖം നമ്മളെപ്പോലെ തന്നെ ആയിരുന്നു. ഒരു കാലത്ത് നമ്മളെപ്പോലെ ജീവിതത്തിൽ സ്വപ്നങ്ങളൊക്കെ ഉള്ള ആളുകളായിരുന്നു ഇല്ലേ? ക്യാൻസർ ബാധിച്ചു, ടുബാക്കോയുടെ ഉപയോഗം മൂലം അവർക്കത് സംഭവിച്ചു ഇല്ലേ? ഇനി അതിൽ വലിയ ബോധവൽക്കരണം ഇനി വേണ്ടല്ലോ. വേണ്ട. ആ, അപ്പോൾ എല്ലാവർക്കും നന്ദി പറയേ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ടാറ്റാ. ഹലോ ഹലോ കിറ്റി, എന്നോട് യാത്ര പറയാതെ പോവാണോ? പാറക്കട്ടിയല്ലടാ, പാർക്കുട്ടി. ഞാൻ പിണങ്ങി. എന്തിനാ കിണങ്ങിയത്? എന്നോട് മാത്രം യാത്ര പറയാതെ പോവായിരുന്നില്ലേ? ഞാൻ യാത്ര പറഞ്ഞില്ലല്ലോ. വന്നപ്പോ തന്നെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്നൊരു മൈൻഡിലുണ്ടൊക്കെ പോവാ. ഇയാളല്ലേ എന്നെ നോക്കി ലവ് യു പറഞ്ഞു? അതുകൊണ്ട് എന്റെ കുടുംബജീവിതം തന്നെ തകർന്നിരിക്കുക. ആ, ഇയാൾ ഐ ലവ് യു പറഞ്ഞാൽ ഇയാളുടെ കുടുംബജീവിതം തന്നെ തകർന്നിരിക്കുക. കാര്യം കണക്കി പോകുന്ന തോന്നേ. ആ, അതെ അതെ. അങ്ങനെയൊന്നുമില്ല കിറ്റി, എനിക്ക് കിറ്റിനെ ഭയങ്കര ഇഷ്ടായി. എനിക്ക് കിട്ടോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എപ്പോഴും ഇങ്ങനെ മേളിൽ തന്നെ ഇരിക്കുള്ളൂ, താഴേക്കൊന്നും ഇറങ്ങാറില്ല? അയ്യേ, താഴെ ഇറങ്ങിയ ശരിയാവില്ല, എല്ലാരും വന്ന് പിച്ചി പറയും. ആ, എല്ലാരും വന്ന് അവനെ പിച്ചി പറിക്കും. അതുകൊണ്ടാ. വേണ്ട വേണ്ട വേണ്ട, പരിഹരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാം. അറിയാലേ? ഒക്കത്ത് ഇരുന്നിട്ട് തന്നെ ചില ആളുകൾ വന്ന് പിടിക്കും അല്ലേ, മേത്ത് പിടിക്കും, വാലെ പിടിച്ച് വലിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിടിക്കാൻ പറ്റില്ലല്ലേ? ഇടിച്ചാ കേസ് വരും. ആ, ഇല്ലെങ്കിലും നീ കാരണം എനിക്കൊരു കേസിന്റെയും കൂടി കുറവുണ്ട്, ബാക്കിയെല്ലാം കറക്റ്റാ. അനുഭവിക്കണം. ഓക്കെ, അപ്പൊ താങ്ക് യു കിറ്റി ആൻഡ് വിനോദേട്ടാ. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സെഷൻ ആയിരുന്നു അല്ലേ? സൂപ്പർ ആയിരുന്നില്ലേ? ഒരു വലിയ കയ്യടി കൊടുത്തേ രണ്ടുപേർക്കും. ഓക്കെ, അപ്പൊ വിനോദേട്ടനും കിറ്റിക്കും ഒരു സ്പെഷ്യൽ മൊമെന്റും ഉണ്ട് നമ്മളുടെ വക. സിന്ധു ചേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്, നമ്മുടെ അമൃത ചാനലിന്റെ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു.